നമസ്തേ. ഭാരതീയരുടെ പരമമായ ആത്മീയ കൃതികളായ ഉപനിഷത്തുകളിൽ 11 എണ്ണത്തെക്കുറിച്ച് സാമാന്യ വിവരം നൽകുക എന്നുള്ളതാണ് എൻ്റെ ഈ ഉദ്യമത്തിൻ്റെ ലക്ഷ്യം. 11 ഉപനിഷത്തുകളെന്ന് പറഞ്ഞാൽ ദേശോപനിഷത്തുകളെന്ന് അറിയപ്പെടുന്ന മുഖ്യ ഉപനിഷത്തുകളും അതിനോട് തുല്യ പ്രാധാന്യം അർഹിക്കുന്ന, അതിനോട് തുല്യ പ്രാധാന്യമുള്ള ശ്വേതാശ്വതര ഉപനിഷത്തും, അങ്ങനെ 11 എണ്ണത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഞാനിവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യം നൽകിയത് ഋഗ്വേദ ഉപനിഷത്തായ ഐതരേയ ഉപനിഷത്തിനെ കുറിച്ചാണ്. പിന്നീട് ശുക്ല യജുർവേദത്തിൽപ്പെട്ട ബൃഹദാരണ്യക ഉപനിഷത്ത്, അതുപോലെ തന്നെ ഈശാവാസ്യ ഉപനിഷത്ത്, അത് രണ്ടും ശുക്ല യജുർവേദത്തിൽപ്പെട്ടതാണ്. അതും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് കൃഷ്ണ യജുർവേദത്തിൽപ്പെട്ട 3 ഉപനിഷത്തുകളെക്കുറിച്ചാണ്. അപ്പം യജുർവേദത്തിൽ മൊത്തം 5 മുഖ്യ ഉപനിഷത്തുകളാണുള്ളത്. അതായത് 11 എണ്ണത്തിൽ 5 എണ്ണം അതായത് ശുക്ല യജുർവേദത്തിൽ. അപ്പോൾ അതിൽ തന്നെ 11 എണ്ണത്തിൽ 5 എണ്ണം യജുർവേദത്തിൽപ്പെട്ടതാണ്. അതിൽ ശുക്ല യജുർവേദത്തിൽ 2 എണ്ണം പറഞ്ഞു കഴിഞ്ഞ് ബാക്കി 3 എണ്ണം കൃഷ്ണ യജുർവേദത്തിൽപ്പെട്ടതാണ്. ആ കൃഷ്ണ യജുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ് കഠോപനിഷത്ത്. കഠോപനിഷത്ത് മറ്റു ഉപനിഷത്തുകളെ അപേക്ഷിച്ച് വളരെ അനന്യത അവകാശപ്പെടാവുന്ന ഒന്നാണ്. അതിൽ മാത്രമാണ് മരണത്തിന് ശേഷം എന്തു സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ ഒരു ചർച്ച നടക്കുന്നത്. അത് മരണദേവനായ യമനാണ് അതിനെക്കുറിച്ച് ഒരു കൊച്ചുകുട്ടി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്. ആ രീതിയിലാണ് ഉപനിഷത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 6 വല്ലികളായിട്ടാണ് ഈ ഉപനിഷത്തിനെ ഭാഗിച്ചിരിക്കുന്നത്. 6 വല്ലികളിൽ 1, 2, 3 എന്ന് 6 വരെ നമ്പരിട്ട് അതിൻ്റെ നമ്പർ പറയാം. അല്ലെങ്കിൽ അതിനെ 2 അധ്യായമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. 1-ാം അധ്യായം, 2-ാം അധ്യായം. ഓരോ അധ്യായത്തിലും 3 വല്ലികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വേറൊരു നമ്പറിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യായം, വല്ലി, മന്ത്രം, അതിൻ്റെ നമ്പറുകൾ തുടർച്ചയായിട്ടെഴുത്. ഇപ്പോൾ 1, 2, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം അധ്യായത്തിലെ 2-ാം വല്ലിയിൽ 4-ാം മന്ത്രം എന്നർത്ഥം. ഇത് തന്നെ 2, 4 എന്ന് വെറുതെ പറയാം. ഇപ്പം 2-ാം അധ്യായം ആകുമ്പോഴത്തേക്ക് ഈ 3 എണ്ണം കൂടെ കൂടി വരും. അത്രയേ ഉള്ളൂ, വല്ലികളുടെ എണ്ണത്തിൽ കൂടി വരും. ഇപ്പം 2, 1, 3 എന്നാണെങ്കിൽ അവിടെ 3, 3 എന്നാവും. 2, 1, 3 എന്നുള്ളതാണെങ്കിൽ 3, 3 എന്നായിരിക്കും വല്ലിയുടെ നമ്പർ. ആ ഒരു വ്യത്യാസം നമ്പറിങ്, 2 നമ്പറിങ്ങും സ്വീകരിച്ച് പോരുന്നുണ്ട്, അത് പ്രയോഗിച്ച് പോരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് ഞാനിവിടെ പിന്തുടരുന്നത് ഈ വല്ലി നമ്പർ മാത്രം പറയുക, അധ്യായത്തെ ഒഴിവാക്കുക. 6 വല്ലികളാണുള്ളത്. ഇനി ഇത് ബ്രാഹ്മണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കൃഷ്ണ യജുർവേദത്തിലെ കഠബ്രാഹ്മണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയേണ്ടത്. അതായത് ഈ എല്ലാ ഉപനിഷത്തുകൾക്കും ഒരു ശാന്തി മന്ത്രമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ശുക്ല യജുർവേദത്തിൻ്റെ ശാന്തി മന്ത്രം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓം പൂർണ്ണമദ എന്ന് തുടങ്ങുന്ന മന്ത്രം. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളവരാണ്. കൃഷ്ണ യജുർവേദത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ശാന്തി മന്ത്രമാണ് ഉള്ളത്. അത് ഈ 3 ഉപനിഷത്തുകളിലും അതേ മന്ത്രം തന്നെ ഉപയോഗിച്ചു വരുന്നു. ആ മന്ത്രം ഇങ്ങനെയാണ്: ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ്. അതായത് സഹനാവവതു, സഹനൗ അവതു എന്നാണ് അതിൻ്റെ പിരിച്ചു പറയാൻ പറ്റുന്നത്. ഗുരുവും ശിഷ്യനും തമ്മിൽ ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്. അവരൊരു പ്രതിജ്ഞയാണ്. സഹനൗ അവതു, ഞങ്ങൾ ഒരുമിച്ച് രക്ഷിക്കപ്പെടട്ടെ. സഹനൗ ഭുനക്തു, ഞങ്ങൾക്ക് ഒരുപോലെ അന്നം ലഭിക്കട്ടെ.
അതായത് പണ്ട് ഗുരുകുലവാസകാലത്ത് ശിഷ്യന്മാർ പോയി ഭിക്ഷ യാചിച്ചുകൊണ്ട് വരും, അത് ഗുരുവിന് കൊണ്ട് കൊടുക്കും, ഗുരു എല്ലാവർക്കുമായിട്ട് പങ്കിട്ട് നൽകും. ഇതാണ് അന്നത്തെ ആചാരമായിട്ടുണ്ടായിരുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. സഹ നൗ പുനക്തു സഹവീര്യം കരവാവഹൈ. സഹവീര്യം, അതായത് ഒരുമിച്ച് ഞങ്ങളുടെ കഴിവുകൾ പ്രയോഗിക്കട്ടെ, എങ്കിലേ പഠനം ശരിയാവുകയുള്ളൂ. സഹവീര്യം കരവാവഹൈ തേജസ്വി നൗ അധീതമസ്തു. ഞങ്ങളുടെ അധീതം, ഞങ്ങളുടെ പഠനം തേജസ്സുറ്റതായിരിക്കട്ടെ, നല്ല കാര്യങ്ങൾ നിങ്ങൾ പഠിക്കട്ടെ എന്നർത്ഥം. തേജസ്വി നൗ അധീതമസ്തു, തേജസ്വിനാവധീതമസ്തു എന്ന് കൂട്ടിച്ചേർത്ത് എഴുതാൻ പറ്റും. മാ വിദ്വിഷാവഹൈ, മാ വിദ്വിഷാവഹൈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളിലൊരു സ്വരച്ചേർച്ച ഇല്ലാതിരിക്കട്ടെ എന്നർത്ഥം. പഠിക്കുകയല്ലേ, അപ്പോൾ ഗുരുവിന് ചിലപ്പം ദേഷ്യം വരും, ശിഷ്യനെ ചിലപ്പം ശിക്ഷിച്ചെന്ന് വരും, പക്ഷെ അതൊന്നും ഒരു വിദ്വേഷത്തിന് കാരണമാകാൻ പാടില്ല. അതാണ് രണ്ടുപേരും തങ്ങളിൽ നടത്തുന്ന ഈ പ്രതിജ്ഞ, അല്ലെങ്കിൽ അവരങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പശ്ചാത്തലമായിട്ടൊരു കഥയുണ്ട്. അതായത് ഗൗതമ കുലത്തിൽപ്പെട്ട വാജസ്രവസ് എന്ന് പറയുന്ന ഗൃഹസ്ഥൻ, അദ്ദേഹം ഒരു യജ്ഞം നടത്തുകയാണ്. അതായത് ആർജിച്ചതെല്ലാം ദാനം ചെയ്യുക എന്നുള്ളതാണ് ആ യജ്ഞത്തിൻ്റെ ഉദ്ദേശ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് നചികേതസ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ദാനം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നചികേതസിന് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ നോക്കിയപ്പോൾ എന്താണ്, ഉള്ള വയസ്സായ പശുക്കളെയൊക്കെയാണ് അച്ഛൻ ദാനം ചെയ്യുന്നത്. അത് കുടിക്കാനുള്ള വെള്ളമെല്ലാം കുടിച്ചു കഴിഞ്ഞ് തിന്നാനുള്ള പുല്ലും തിന്നു കഴിഞ്ഞു, പാലും ഒക്കെ കറന്നു കഴിഞ്ഞു. പാലൊന്നും കറക്കാനില്ല, ഇനി അത് വയസ്സായി എന്നർത്ഥം. ഒരു പശുവിൻ്റേതായ പ്രയോജനം അതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ അവൻ അപ്പോൾ അച്ഛനോട്, അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, ഇങ്ങനെയുള്ള പശുക്കളെയൊക്കെ ദാനം ചെയ്തിട്ട് അച്ഛൻ എന്ത് പുണ്യം കിട്ടാനാണ്. ഇതാണ് അവന്. അപ്പോൾ അവനൊരു വിലയുള്ള ഒരു സംഗതിയായിട്ട് സ്വയം കരുതുന്നുണ്ട്. അവൻ വിചാരിക്കുന്നു, എന്നെയും നീ അച്ഛൻ ആർക്കെങ്കിലും ദാനം ചെയ്യുമായിരിക്കും, എന്നെ ദാനം ചെയ്താൽ അച്ഛന് പുണ്യം കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്നെ ദാനം ചെയ്യട്ടെ എന്നുള്ള ആ ചിന്തയോടുകൂടി അവൻ ചോദിക്കുന്നു, അച്ഛനോട് ചോദിക്കുന്നു, അച്ഛാ എന്നെ ആർക്കാണ് അവിടെ നിന്ന് ദാനം ചെയ്യുന്നത്? ഇത് അച്ഛനൊന്നും മിണ്ടിയൊന്നുമില്ല, ചെറുക്കൻ വെറുതെ ഇരുന്ന് ശല്യം ഉണ്ടാക്കുന്നു വിചാരിച്ചു കാണും. അപ്പോൾ ഇത് ഇവനിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛന് ദേഷ്യം വന്ന്, നിന്നെ ഞാൻ മൃത്യുവിന് കൊടുക്കും എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ മൃത്യുവിന് കൊടുക്കും. അപ്പോഴീ നിഷ്കളങ്കനായ ബാലൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്നെക്കൊണ്ട് മൃത്യുവിന് എന്ത് പ്രയോജനം ഉണ്ടാകാനാണ്? വല്ല പ്രയോജനവും കണ്ടോ? ഉണ്ടാകുമോ എന്നുള്ളതാണ് അവൻ്റെ അപ്പോഴത്തെ ചിന്ത. അങ്ങനെ അവൻ മൃത്യുവിൻ്റെ വാസസ്ഥലത്ത് പോകുന്നതായിട്ടാണ് കഥ. അവിടെ ചെന്ന് 3 ദിവസം അവന് കാത്തിരിക്കേണ്ടി വന്നു മൃത്യുവിനെ കാണാനായിട്ട്. മൃത്യു സ്ഥലത്തില്ലായിരുന്നു എന്നർത്ഥം. 3 ദിവസം കാത്തിരിക്കും. 3 ദിവസം കഴിഞ്ഞപ്പം അവന് മൃത്യുവിനെ കാണാൻ അവസരം കിട്ടി. അപ്പം മൃത്യു പറഞ്ഞു, നീ 3 ദിവസം എന്നെ കാത്തിരുന്നില്ലേ, നീ 3 വരം അതിന് പകരമായിട്ട് ചോദിച്ചോളൂ, ഞാൻ തരാം. അപ്പോൾ അവന് ആദ്യത്തെ വരവായിട്ട് ചോദിച്ചാൽ, എൻ്റെ അച്ഛൻ എന്നോടുള്ള ദേഷ്യം എല്ലാം പോയി കിട്ടണം, വളരെ നല്ല മനസ്സോടുകൂടി അച്ഛൻ എന്നെ സ്വീകരിക്കണം. 1-ാമത്തെ വരം. 2-ാമത്തെ വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊക്കെ ഈ അമരത്വമൊക്കെ ലഭിക്കുന്ന, സ്വർഗം ലഭിക്കുന്ന ഒരു അഗ്നി ഉണ്ടല്ലോ, ആ അഗ്നിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം, എന്നെ അത് പഠിപ്പിക്കണം. അങ്ങനെ അതും മൃത്യു അനുവദിച്ചുകൊണ്ട് യമൻ അനുവദിച്ചു കൊടുക്കുകയാണ് നചികേതസിന്. അതിനുശേഷം അവനത് അഗ്നി ഇട്ടതിന് ശേഷം അവൻ നചികേത അഗ്നി എന്നാണ് അത് പിന്നീട് അറിയപ്പെട്ടത്. 3-ാമത്തെ വരം. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, 3-ാമത്തെ വരം ചോദിക്കുക. അപ്പോൾ അവൻ പറയുന്നു, ഈ മരണത്തിന് ശേഷം ആളുകൾ നിലനിൽക്കുന്നു എന്ന് ഒരു കൂട്ടർ പറയുന്നു, ഇല്ലെന്നും മറ്റൊരു കൂട്ടം പറയുന്നു. അതിനെക്കുറിച്ച് അങ്ങയിൽ നിന്നും പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് അവൻ ചോദിക്കുന്നത് എന്താണ്? അവൻ്റെ വാക്യമുണ്ട്, യേയം പ്രേതേ വിചികിത്സ മനുഷ്യേ അസ്ഥീതി ഏകേ ന്യായമസ്തീതി ചൈകേ ഏതദ് വിദ്യാമനുശിഷ്ടസ്ത്വയാഹം വരാണാമേഷ വരസ്തൃതീയ. ഈ 3 വരങ്ങളിൽ
മൂന്നാമത്തെ വരം ഇതാണ്, യേയം പ്രേതേ വിജികിത്സ മനുഷ്യരിൽ ഈ ഒരു സംശയമുണ്ട്. മരിച്ചവരിലാണ് ഈ സംശയം. എങ്ങനെയാണ്? അസ്ഥി ഇത് ഏകെ, അവനുണ്ട്. അതെന്ന് വെച്ചാൽ അവൻ പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്നില്ല, അവനുണ്ട്, അവൻ തുടരും എന്നുള്ള അർത്ഥത്തിലാണ്. ന്യായം അസ്ഥി ഇതി ഏകൻ ന അയം അസ്ഥി ഇതി ചെയ്കെ, അത് അവൻ അങ്ങനെ പിന്നീട് നിലനിൽക്കുന്നില്ല എന്നും ചിലർ ആളുകൾ പറയുന്നു. ഈ വിദ്യ, ഇതിനെക്കുറിച്ചുള്ള ശരിയായ കാര്യം എനിക്ക് അങ്ങയിൽ നിന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം മൃത്യു പറഞ്ഞിട്ട് ഇത് അത്ര ചില്ലറ ചോദ്യങ്ങളൊന്നുമല്ല. ഇത് പണ്ട് ദേവന്മാർക്ക് പോലും ഇതൊന്നും അറിഞ്ഞുകൂടാ. പണ്ട് മുതലേയുള്ളൊരു സംശയമാണ്. പക്ഷേ ദേവന്മാർക്ക് പോലും ഇതിനെക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മളിത് ഈ കാര്യത്തെക്കുറിച്ച് യാജ്ഞവൽക്യൻ പറഞ്ഞതായി ഈ ബൃഹദാരണ്യ ഉപനിഷത്തിൽ 2, 4, 5, 6 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞാൽ 2, 4, 12, 13 5, 6 അല്ല, 2, 4, 12, 13 അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഇല്ല. വ്യക്തി എന്ന അതായത് സംജ്ഞ ഇല്ല. എല്ലാം നദികൾ ചെന്ന് ലയിക്കുന്നത് പോലെ, അതൊരു ഉപ്പുകെട്ട വെള്ളത്തിൽ ലയിക്കുന്നത് പോലെ, അത് പിന്നെ എവിടുന്ന്, അതിന് സ്വന്തമായിട്ടുള്ളൊരു അസ്തിത്വമില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ സംശയം പണ്ട് വരെ ഉള്ളതായിരുന്നു എന്നുള്ളത് ഈ ഉപനിഷത്ത് മന്ത്രത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതാണ് ഒരു സംശയം. എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ നിലനിൽക്കുന്നുണ്ടോ? അതായത് വേറൊരു ശരീരമെടുത്ത് അവൻ തുടരുന്നുണ്ടോ? അതോ അവൻ്റെ അവസാനം, ആ വ്യക്തി എന്ന് പറയുന്നതിൻ്റെ അവസാനമാണോ ഇത്? 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇന്നുമുണ്ട്. അതതിൻ്റെ തമാശ. ഇന്നുമുണ്ട്, പണ്ടുമുണ്ട്. അപ്പോൾ അത് നചികേതസ് ചോദിക്കുകയാണ്, മൃത്യുവിനോട് തന്നെ ചോദിക്കണം. അതതിൻ്റെ ആധികാരികത എന്ന് പറയുന്നത്. ആധികാരികത വരുത്താനായിരിക്കണം മൃത്യുവിനെ ഇങ്ങനൊരു കഥയുണ്ടാക്കി മൃത്യുവിനെ മറുപടി കൊടുക്കുന്ന ആളായിട്ട് അവതരിപ്പിച്ചത്. അപ്പം ഇത് അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ, നമ്മുടെ സിമ്പിളായിട്ട് പറയുന്ന കാര്യം നമ്മളിപ്പോൾ എല്ലാം ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ആത്മാവ് വേറൊരു ഗർഭപാത്രത്തിലെത്തി പുതിയൊരു ശരീരം സ്വീകരിച്ച് അത് തുടരുന്നു. അപ്പം കാർത്തികനായിട്ട് തന്നെ അടുത്ത ഒരു ജന്മമുണ്ട്, തുടരും. അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജന്മമില്ല. ഈ രീതിയിലാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണോ? അങ്ങനെ അല്ലെന്ന് യാജ്ഞവൽക്യൻ പറഞ്ഞു. കാർത്തികൻ എന്നുള്ള വ്യക്തി ഈ ശരീരം പോകുന്നതോടുകൂടി അവസാനിക്കും എന്നാണ് യാജ്ഞവൽക്യ മുനി പറഞ്ഞത്. അദ്ദേഹം സ്വന്തം ഭാര്യയോട്, മൈത്രേയിയോടാണ് പറയുന്നത്. മൈത്രേയി അപ്പോൾ സംശയമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പം പറയുന്ന, അങ്ങനെയൊന്നും അല്ല, അത് പറയാൻ എനിക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നതെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഈ വിശ്വാസം ഇപ്പോഴും മനുഷ്യർ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പം അങ്ങനെയായിരുന്നെങ്കിൽ, അത്ര സിമ്പിളായിട്ടായിരുന്നു, അത് മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഗർഭപാത്രത്തിൽ പോയി ആത്മാവ് അവിടെ പോയി പുതിയൊരു ശരീരം നേടി അങ്ങനെ ജീവിതം തുടരും എന്ന് പറയാനായിരുന്നെങ്കിൽ, എന്നുള്ള ഒരു സംശയമായിട്ട് ഉന്നയിക്കേണ്ട കാര്യം തന്നെ ഇല്ലായിരുന്നു എന്ന് പറയാനായിരുന്നെങ്കിൽ യമൻ്റെ അടുത്ത്, അല്ലെങ്കിൽ യമന് ഇത് നിസാരമായിട്ട് ഈ പയ്യന് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ യമൻ പറയുന്നത് അങ്ങനെയല്ല, മൃത്യു പറയുന്നത് അങ്ങനെയല്ല. ഇത് അങ്ങനെ പെട്ടെന്ന് നൽകാവുന്ന ഒരു വിദ്യയൊന്നും അല്ല. അപ്പോൾ ഇതിനേക്കാൾ അപ്പുറം മറ്റെന്തോ കാര്യം അതിലടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചോണം, മനസ്സിലാക്കിയണം. അല്ലെ വെറുതെ ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ അവസാനം ചെന്നിട്ട് ഇതാണോ കാര്യം എന്ന് പറയരുത്. മൃത്യു പറയുന്നത് വേറെ ചില കാര്യങ്ങളാണ്. മൃത്യു പറയുന്നത് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം, ദേവന്മാർക്ക് പോലും ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും അറിയാനും പറ്റത്തില്ല. ന ഹി സുവിജ്ഞേയം അണുരേഷധർമ്മ, ഈ ഒരു അണു പോലും, അതായത് ഇച്ചിരി പോലും ഇത് നല്ലവണ്ണം മനസ്സിലാക്കാൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് നീ ഈ വരം ചോദിക്കാതെ വേറെ ഏതെങ്കിലും വരം ചോദിച്ചോ. നിനക്ക് ദീർഘായുസ് വേണോ? ഞാൻ തരാം. ധനം വേണോ? കുതിരകൾ വേണോ? ആന വേണോ? എന്ത് വേണം? പുത്രന്മാരെയോ പൗത്രന്മാരെയോ ഒക്കെ നീ ചോദിച്ചോ, എന്തും ഞാൻ തരാം. ഈ ലോകത്തെ സുഖജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എന്തും ഞാൻ തരാം, നീ അതൊക്കെ ചോദിക്കും. അന്നേരം ഈ പയ്യൻ നചികേതസിന് ഒരു നിർബന്ധമായി, അതല്ല എനിക്കതൊന്നും വേണ്ട, അതൊക്കെ വളരെ
നൈമിഷികമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ഈ വിദ്യയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ മൃത്യുവിന് സന്തോഷമായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആൾ കൊള്ളാമല്ലോ, ഇവൻ ഈ ജീവിതത്തിൽ ഇതുപോലുള്ള ഭോഗസുഖങ്ങളെക്കുറിച്ചല്ലല്ലോ ഇവന് താല്പര്യം, അതിലല്ലല്ലോ അവന് താല്പര്യം. അപ്പോൾ ആ ഭോഗസുഖങ്ങളോടുള്ള താല്പര്യത്തിന് പ്രേയസ് എന്നാണ് പറയുന്നത്. ആന്തരികമായ ഉന്നമനത്തിൽ കൂടി നിത്യമായ ശാന്തിയും ആനന്ദവും നേടുന്നതിന് ശ്രേയസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രേയസ് പ്രേയസ് അങ്ങനെ രണ്ടെണ്ണമുണ്ട്. അതിൽ നീ ശ്രേയസ് തിരഞ്ഞെടുത്തു, നീ ആൾ കൊള്ളാം, നിനക്ക് ഈ വിദ്യ ഞാൻ തരുന്നതാണ് എന്ന് പറഞ്ഞ് ആ വിദ്യ പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. അതിന് ആദ്യം അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം എന്നാൽ എന്ത്, അമരത്വം എന്നാൽ എന്ത്, ഇത് രണ്ടും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുറേ ശ്ലോകങ്ങളിലൂടെ മന്ത്രങ്ങളിലൂടെ ഇതാണ് അവനെ ആദ്യം പഠിപ്പിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് മരിച്ചാൽ ഇന്നതുപോലെ സംഭവിക്കും എന്ന്. അപ്പോൾ മരണം എന്താണ്, അതുപോലെ തന്നെ അമരത്വം എന്താണെന്ന് നാം ഇതിൽ നിന്ന് മൃത്യുവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കണം. മൃത്യു പറയുന്നത് ഈ അമരത്വത്തെക്കുറിച്ച് പറയുന്നത്. അമരത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് നേരെ വിപരീതമാണ് മരണം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ അമരത്വത്തെക്കുറിച്ച് ഗീതയിലും ഇത് തന്നെ പറയുന്നുണ്ടല്ലോ. അതായത് ശീതോഷ്ണങ്ങളും അതുപോലെ തന്നെ സുഖദുഃഖങ്ങളും ഒക്കെ ആരെ വ്യഥിക്കുന്നില്ല, ആർക്ക് വ്യഥയുണ്ടാക്കുന്നില്ലല്ലോ ഇല്ലയോ, അവൻ അമരനായിത്തീരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചാഞ്ചാട്ടമാണ് വരുന്ന അനുഭവങ്ങൾക്കനുസരിച്ച്, ദ്വന്ദ്വ അനുഭവങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നതിനാണ് മരണമെന്ന് ഈ ആധ്യാത്മിക കൃതികൾ കാണുന്നത്. അതാണ് തത്വചിന്താപരമായ മരണത്തിൻ്റെ തത്വചിന്താപരമായ അർത്ഥം. അതാണ് അതിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ചാണ് ഈ മൃത്യുവിൻ പറയാൻ പോകുന്നത്. അതിനാദ്യം അതിനുള്ള ഒരു കളവൊരുക്കുകയാണ്. അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ മരണം എന്താണ്, എൻ്റെ പിടിയിൽ ആരെ എപ്പോൾ പെടും എന്നുള്ളതാണ് പറയുന്നത്. അമരത്വം എന്താണ്, എൻ്റെ പിടിയിൽ പെടാതെ ഇരിക്കണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്, ഇതാണ് അദ്ദേഹം ആദ്യം അവതരിപ്പിക്കുന്നത്. അതിനുശേഷമേ ഇതിനുള്ള ഉത്തരം പറയുന്നുള്ളൂ. അദ്ദേഹം പറയുന്നു, ഈ വലിയ പണ്ഡിതന്മാരായിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ വാസ്തവത്തിൽ അവരൊക്കെ ഈ അവിദ്യയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നവരാണ്. അതായത് ഭോഗസുഖങ്ങളിൽ അതിൻ്റെ പ്രേരണയിൽപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ്. അതാണ് അദ്ദേഹം 2:5 എന്ന മന്ത്രത്തിൽ പറയുന്നു. അവിദ്യായാമന്തരേ വർത്തമാനാഹ. അവിദ്യയ്ക്കുള്ളിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഭൗതിക ആകർഷണം എന്നുള്ളതേ ഉള്ളൂ. അവിദ്യായാമന്തരേ വർത്തമാനാഹ സ്വയം ധീര പണ്ഡിതം മന്യമാനാഹ. വലിയ പണ്ഡിതനാണെന്നും അറിവുള്ളവനാണെന്നും മിടുക്കനാണെന്നും ഉറച്ച ബുദ്ധിയുള്ളവനാണ്, അതാണ് ധീരൻ. ധീരനാണെന്നും പണ്ഡിതനാണെന്നും ഒക്കെ സ്വയം കരുതുന്നവർ. മന്യമാനാഹ, സ്വയം കരുതുന്നവൻ. ദന്ത്രമ്യമാണ് പര്യന്തി മൂഢ അന്ധേനേവ നിയമാന യഥാ അന്ധാഹ. അന്ധനാൽ നയിക്കപ്പെടുന്ന അന്ധന്മാരെ പോലെ ഈ പണ്ഡിതമാനികൾ ഇങ്ങനെ അലഞ്ഞു തിരിയുകയാണ് ഭോഗസുഖങ്ങൾക്ക് വേണ്ടി. നമുക്കും ഇന്നത്തെ ജീവിതത്തിലും കാണാം ഇത്തരത്തിലുള്ള പണ്ഡിതമാനികളായിട്ടുള്ള കപടവേഷക്കാരെ. അവരും ഇതുപോലെ എന്തെങ്കിലും ചെറിയൊരു സ്ഥാനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഭരണാധികാരികളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള കള്ള പ്രവർത്തനങ്ങളിലോ മുഴുകി കഴിയുന്നവരാണ്. അതിനാണ് ഉയർന്ന പദവി കിട്ടണം, പ്രൊമോഷൻ സമയത്തിന് കിട്ടണം, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം തന്നെ. അങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ളവർ ഈ പണ്ട് മുതലേ ഉണ്ടെന്നർത്ഥം. ഇതൊരു മനുഷ്യൻ്റെ ഒരു പൊതുവായ സ്വഭാവ വിശേഷമാണ്. പണ്ഡിതന്മാരാണ് തങ്ങളെന്ന് സ്വയം കരുതുന്നവരുടെ രീതിയാണിത്. ഇനി അദ്ദേഹം പറയുന്നു, അതിൻ്റെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അവിടെയാണ് മരണിക്കുന്നത് എപ്പോഴാണെന്ന് പറയുന്നത്. മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പറഞ്ഞു തുടങ്ങുകയാണ്. സാമ്പരായ പ്രതിഭാതി ബാലം പ്രമാദ്യന്തം വിത്തമോഹേന മൂഢം. ഇങ്ങനെ വിത്തമോഹങ്ങളും അതുപോലെ തന്നെ അവർക്ക് ഈ ഉപേക്ഷ, എല്ലാ കാര്യങ്ങളിലും ഉപേക്ഷയോടുകൂടി അലസന്മാരായിട്ടുള്ള ആളുകൾക്കുമൊക്കെ
ഇതിനപ്പുറം, ഈ കാണുന്ന ലോകത്തിനപ്പുറം, അല്ലെങ്കിൽ ഇതിനും ശ്രേഷ്ഠമായിട്ടൊന്ന് ഇതിനകത്തുണ്ട്. ഈ ലോകത്തെ നിലനിർത്തിയിരിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അല്ലാതെ ഈ കാണുന്ന ഭൗതിക വസ്തുക്കളല്ല യഥാർത്ഥ പ്രപഞ്ചം, യഥാർത്ഥ ലോകം എന്ന് അവർക്കറിഞ്ഞുകൊണ്ട്. ആർക്ക്? ഈ ബാലമനസ്സായ ആളുകൾക്ക്, അതായത് കുട്ടികളുടെ മനസ്സ്, അത് അറിവില്ലാത്തവർ, മന്ദബുദ്ധികളായിട്ടുള്ളവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. അവർ ഇതൊന്നും ഇതിനപ്പുറം ഒരു ലോകമില്ല. അതിനപ്പുറം എന്ന് പറഞ്ഞാൽ മറ്റേ ആകാശത്തുണ്ടെന്നുള്ളതല്ല, ഈ കണ്ണിനും പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയമാകുന്ന ഈ ലോകമല്ലാതെ അതിന് ഉള്ളിൽ അതിനേക്കാൾ പരമായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നുമില്ല എന്നാണ് അവർ ധരിക്കുന്നത്. അങ്ങനെയുള്ളവർ എൻ്റെ പിടിയിൽ വന്ന് പെടും. അതായത് അങ്ങനെയുള്ളവർക്ക് മരണം സംഭവിക്കും. അപ്പോൾ മരണം എന്താണെന്ന് നമ്മൾ അതിൽ നിന്ന് ഊഹിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരമമായ സത്തയെ അറിയാത്തവനാണ് മരണത്തിന് വിധേയമാകുന്നത്. വെച്ചാൽ അറിവില്ലായ്മയാണ് ഈ മരണത്തിന് കാരണം. എന്തിനെക്കുറിച്ചുള്ള അറിവ്? ഈ ഈശ്വര ഈശ്വര ശക്തിയെക്കുറിച്ച്, ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കാത്തവർക്കാണ്. എല്ലാ ഭോഗങ്ങളുടെയും പിന്നാലെ പോയി അങ്ങനെ അലഞ്ഞിതിരിഞ്ഞ് നടക്കുന്നവർക്ക് മരണം നിത്യവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് അദ്ദേഹം പറയുന്നത്. മൂർത്തി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ പരമായിട്ടുള്ള ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിങ്ങനെ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല, ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ ദർശിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഉള്ളിലിരിക്കുന്നതാണ്. അതാണ് തം ദുർദർശം ഗൂഢം അനുപ്രവിഷ്ടം, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നു. എല്ലാവരുടെയും ഉള്ളിൽ കാണുന്ന ഒരു ചൈതന്യമുണ്ട്. അല്ലാതെ ഇത് ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യം മാത്രമല്ല. അതിനെ അധ്യാത്മ ചിന്ത കൊണ്ട് അതിനെ അറിയുന്നവൻ ഹർഷശോകങ്ങളെ ഉപേക്ഷിക്കുന്നു. ഹർഷശോകങ്ങൾ എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വാനുഭവങ്ങൾ അവൻ ഉപേക്ഷിക്കുന്നു. ആ ദ്വന്ദ്വാനുഭവങ്ങൾക്ക് അവൻ വിധേയനാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൻ അമരത്വം പ്രാപിക്കും. ഇതാണ് ഈ ദ്വന്ദ്വങ്ങളാൽ മഥിക്കപ്പെടാത്തവനാണ് അമരന്മാരായിട്ട് മാറുന്നതെന്ന് ആണ് ഗീതയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഗീതയിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. 2:15 ശ്ലോകത്തിൽ പറയുന്നതാണ്. അതിൻ്റെ ഉത്ഭവം ഇവിടെയാണ്. ഹർഷശോകൗ ജഹാതി, ഹർഷശോകങ്ങളെ അവൻ ഉപേക്ഷിക്കുന്നു. അപ്പം ഇതൊക്കെ പറഞ്ഞപ്പം നമ്മുടെ നചികേതസിനൊരു താല്പര്യം, അങ്ങനെയാണെങ്കിൽ ഈ ദ്വന്ദ്വാനുഭവങ്ങൾക്കൊക്കെ അതീതമായിട്ടുള്ള ആ ശക്തിയെ എനിക്കറിയണം, അത് പറഞ്ഞു തരൂ. മൃത്യുവിനോട് പറയുകയാണ്. അപ്പം മൃത്യു പറയുന്നു, ഈ എല്ലാ വേദങ്ങളും പറയുന്നത്, എല്ലാ തപസ്സുകളും നമുക്ക് പറഞ്ഞു തരുന്നത്, അതുപോലെ തന്നെ എന്ത് ആഗ്രഹിച്ചിട്ടാണോ ഈ ബ്രഹ്മചര്യം വേദപഠനങ്ങളൊക്കെ നടത്തുന്നത്, അത് ഞാൻ വളരെ ചുരുക്കി പറയാം. അതാണ് ഓം. ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ, ഈ ലോകത്തിൻ്റെ പരമമായ ചൈതന്യമായ ആത്മാവിൻ്റെ ശബ്ദപ്രതീകമാണ് ഓം. അങ്ങനെയാണ് നാം ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. അതിനർത്ഥം ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള മഹാചൈതന്യത്തെ ഉണർത്തുന്നു, എന്നിട്ട് നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അത് സക്സസ്ഫുള്ളായിട്ട് മാറും. ആ പ്രവൃത്തികൾ ആ ചൈതന്യത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നത്. അതാണ് ഓം എന്നുള്ളതിൻ്റെ അർത്ഥം. ഇത് ചാന്തോക്യ ഉപനിഷത്തുകളിലും മറ്റ് ചില ഉപനിഷത്തുകളിലും പറയുന്നുണ്ട്. ഈ ലോകത്തെ ആദ്യം കടഞ്ഞെടുത്തപ്പോൾ വേദങ്ങളുണ്ടായി, വേദങ്ങൾ കടഞ്ഞപ്പോൾ ഈ 3 വ്യാഹൃതികളുണ്ടായി, വ്യാഹൃതികളെ വീണ്ടും കടഞ്ഞപ്പോഴാണ് ഓംകാരം ഉണ്ടായത്. ഓംകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സത്തയാണ്. അതാണ് ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നത്. അത് 2:23-2 23:2 23:4 അങ്ങനെ 3-4 വാക്യങ്ങളിലാണ് അത് പറയുന്നത്. അതുപോലെ മാണ്ഡൂക്യ ഉപനിഷത്തിൽ 12-ാം വാക്യത്തിൽ, അവസാനത്തെ വാക്യത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. പ്രപഞ്ചം ഇല്ലാതായി കഴിഞ്ഞാൽ അവശേഷിക്കുന്നതെന്തോ അതാണ്. അപ്പോൾ അതിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്.
അതാണ് ആത്മാവ്, ഓങ്കാരം. ആത്മാവ് എന്ന് പറയുന്നത് ഓങ്കാരമാണ് എന്ന് അവിടെ പറയുന്നു. പിന്നെ പറയുന്നുണ്ട് ന ജായതേ, അത് നമ്മളും ഭഗവത്ഗീതയിലുള്ളതാണ്. 2:20 മന്ത്രമാണ്, ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ. ഇവിടെ 2:18 മന്ത്രമായിട്ട് ആ ചൈതന്യത്തെ കൂടുതൽ വിവരിക്കുകയാണ്. മൃത്യു ന ജായതേ മ്രിയതേ വാ വിപശ്ചിത് നായം കുതശ്ചിത് ന ബഭൂവ കശ്ചിത് അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരെ. ഈ ദേഹം നശിച്ചാലും നശിക്കാതെ നിൽക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അതാണ് ഓങ്കാരം, അതാണ് ആത്മാവ്, അതാണ് മാണ്ഡൂക്യ ഉപനിഷത്തും പറയുന്നത്. ഇവിടെ പറയുന്നതും അത് തന്നെയാണ്. ആ ചൈതന്യം നേരത്തെ പറഞ്ഞില്ലേ, ഒരു കണ്ണുകൊണ്ട് ഈ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു ചൈതന്യമുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ചൈതന്യം അത് ആത്മാവാണ്, അത് ഓങ്കാരമാണ്. അതാണ് ഈ ശരീരം നശിച്ചാലും അത് നശിക്കത്തില്ല, അതിന് ജനനമോ മരണമോ ഇല്ല. അതുപോലെ തന്നെ അത് എങ്ങൊന്നും ഉണ്ടായി വന്നതല്ല, ഏതെങ്കിലും ഒന്ന് അങ്ങനെ ആയിത്തീർന്നതുമല്ല. അതാണ് ന ബഭൂവ കശ്ചിത് അജോ, അതായത് ജനനമില്ലാത്തതാണ്, നിത്യനാണ്, ശാശ്വതത്വമുള്ളവനാണ്, ശാശ്വതനാണ് എന്നർത്ഥം. പുരാണോ, പണ്ട് മുതലേ ഉള്ളതാണ്. ശാശ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഉള്ളതാണ്. നിത്യഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളവനും ഒന്ന് അല്ല, ഇപ്പോൾ ഉള്ളവനും ശാശ്വതനായിട്ട് നിൽക്കാം, ഇനി അവന് മരണമില്ലാതെ വരാം, നേരത്തെ ഉണ്ടാകണമെന്നില്ല. അതുപോലെ നിത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഉള്ളവനാണ്. അപ്പോൾ പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്, ഇനി വരുന്ന കാലത്തുണ്ട്. അപ്പോൾ അതാണ് ഈ 2-3 പദങ്ങൾ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന അജോ, അജഹ, നിത്യഹ, ശാശ്വത, പുരാണക. ഇതെല്ലാം ആണ് ആ ചൈതന്യം. അപ്പോൾ അതാണ് ഈ പറഞ്ഞു വരുന്ന ചൈതന്യത്തെക്കുറിച്ച്, അതായത് ആത്മാവിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, അണോരണിയാൻ മഹതോ മഹീയാൻ ആത്മാ അസ്യ ജന്തോർ നിഹിതോ ഗുഹായാം. ആത്മാവ് എല്ലാ ജന്തുക്കളുടെയും ഉള്ളിൽ, ഹൃദയത്തിൽ വസിക്കുന്നു. അത് ഏറ്റവും ചെറുതും ഏറ്റവും സൂക്ഷ്മവും. അതാണ് അണോരണിയാൻ, സൂക്ഷ്മങ്ങളിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മമാണ്. അതുപോലെ തന്നെ വലിയ വലുപ്പങ്ങൾ, സ്ഥൂലങ്ങളിൽ വെച്ച് ഏറ്റവും സ്ഥൂലമാണ്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ അത് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും സ്ഥൂലം അത് തന്നെയാണ്. അണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കാണാനൊന്നും പറ്റത്തില്ല, അത്ര സൂക്ഷ്മമാണ്. ആത്മാസ്യ, അത് നമ്മളുടെ എല്ലാം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അക്രതു, പക്ഷെ അതിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൈതന്യത്തിലൂടെ നമ്മൾ പ്രയത്നിച്ചാൽ അതിന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അതാണ് ഇതിനകത്ത് പറയുന്നത്. 2:20 മന്ത്രമാണത്. ഇതിനെ ഇങ്ങനെ വേദം പഠിച്ചുകൊണ്ടൊന്നും ഇതിനെ അറിയാൻ പറ്റത്തില്ലെന്ന് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇതോടുകൂടി 2-ാം വല്ലി അവസാനിച്ചു. ഇനി 4 വല്ലികളുണ്ട്. അത് മറ്റൊരവസരത്തിൽ പറയാം. നന്ദി, നമസ്കാരം.